കിസ്മൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് പി, കിസ്മൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊമേഴ്സ് അധ്യാപകൻ. പ്രധാന വാർത്തകൾ. വിഷ്ണു മോഹൻ മാഷിനെ അഭിനന്ദിക്കാൻ MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ നേരിട്ടെത്തി. കിസ്മൻ സ്കൂളിന് പുതിയ കെട്ടിടം അനുവദിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. ഫസ്റ്റ് ഇയർ ഹ്യൂമാനിറ്റീസിലെ ജ്യോതിരാദിത്യ തയ്യാറാക്കിയ റിപ്പോർട്ട് കേൾക്കാം. കിസ്മം സ്കൂൾ വാർത്തയിലൂടെ കേരളമെങ്ങും വൈറലായി മാറിയ ഹയർ സെക്കൻഡറി വിഭാഗം ഹിന്ദി അധ്യാപകൻ വിഷ്ണു മോഹനെ അഭിനന്ദിക്കാൻ റാന്നി MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ നേരിട്ടെത്തി. കിസ്മം നാട്ടിൽ SC ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കാണ് അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ വർഷം സ്കൂൾ ടോപ്പർ ആയിരുന്ന KY ലക്ഷ്മിക്കുള്ള മൊമെന്റോ കയ്യിൽ കരുതുവാനും അദ്ദേഹം മറന്നില്ല. കിസ്മം ന്യൂസിന് പിന്നിൽ പ്രവർത്തിച്ച കുട്ടികളെയെല്ലാം നേരിട്ട് കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തു. കിസ്മം സ്കൂളിന്റെ വർഷങ്ങൾ പഴക്കമുള്ള ഹൈസ്കൂൾ UP കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ പുതിയ ഫണ്ട് കണ്ടെത്തി നൽകാമെന്നും ഉറപ്പു നൽകി. PWD ബിൽഡിംഗ് സെക്ഷനിൽ വിളിച്ച് കെട്ടിടത്തിനു വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഹരികൃഷ്ണനെ നെഞ്ചോട് ചേർത്ത് ജന്മനാട്, കൂടെ നിന്ന് കിസ്മം സ്കൂളും. സെക്കൻഡ് ഇയർ കൊമേഴ്സിലെ ജെബിൻ ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തുലാപ്പള്ളി ഐത്തിലപ്പടി കുന്നംപള്ളി വീട്ടിൽ ഫാസിയുടെ 2ാമത്തെ മകനായ ഹരികൃഷ്ണനെ നെഞ്ചോട് ചേർത്ത് ജന്മനാട്. ഏറെ നാളുകളായി വൃക്കരോഗത്താലും ശ്വാസകോശ രോഗങ്ങളാലും ചികിത്സയിലായിരുന്ന ഹരികൃഷ്ണന് തുടർ ചികിത്സയ്ക്ക് വേണ്ടി തുക 10 ലക്ഷത്തിന് മുകളിൽ നാട്ടുകാർ സമാഹരിച്ചു. കിസ്മം വാർഡ് മെമ്പർ റിൻസി ബൈജുവിൻ്റെ അധ്യക്ഷതയിൽ ചക്കാലക്കുഴി ഹോട്ടൽ സമുച്ചയത്തിൽ ചേർന്ന യോഗത്തിൽ കക്ഷിരാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ ജനങ്ങൾ പങ്കെടുത്തു. ദേവാലയങ്ങളുടെ പ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ റിൻസി ബൈജുവിനെ രക്ഷാധികാരിയായും സെബാസ്റ്റ്യൻ ആൻ്റണിയെ സെക്രട്ടറിയായും ബേബിച്ചൻ എന്ന് വിളിക്കുന്ന തോമസ് കുന്നത്തിനെ ഖജാൻജിയായും വാർഡ് തല കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. കിസ്മം സ്കൂൾ അധ്യാപകരും ജീവനക്കാരും ചേർന്ന് 9,000 രൂപ സംഭാവന നൽകി. അതുപോലെ തന്നെ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മളെ പ്രതീക്ഷിച്ചതുപോലെ ഏകദേശം നമ്മുടെ തുകയ്ക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ യമ്മി സ്പോട്ടിൽ നിന്നും നാജിയ ഇർഷാദ് സ്കൂളിലെത്തി. കേൾക്കാം സെക്കൻഡ് ഇയർ കൊമേഴ്സിലെ അശ്വിൻ K അനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പുനർജനി പ്രോജക്റ്റിൻ്റെ ഭാഗമായി സ്കൂളിലെ കരിയർ ഗൈഡൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച കരിയർ ഷോ അവതരിപ്പിക്കാൻ തലസ്ഥാനത്തെ മഹാരാജ ബിരിയാണിയുടെ അമരക്കാരി നാജിയ ഇർഷാദ് കിസ്മം സ്കൂളിലെത്തി. കുട്ടികളിൽ സംരംഭകത്വ ശീലം വളർത്താൻ ഉതകുന്ന ധാരാളം പൊടിക്കൈകളെക്കുറിച്ച് അവർ സംസാരിച്ചു. ഏത്തക്കാപ്പൊടിയിൽ ആരംഭിച്ച ബിസിനസ് ഇപ്പോൾ കോടികളുടെ വിറ്റുവരവ് നേടിയതിന് പിന്നിലുണ്ടായ ആത്മാർപ്പണത്തെക്കുറിച്ച് വിശദീകരിച്ചു. സ്കൂൾ കരിയർ ഗൈഡ് വിപിൻ VV, സൗഹൃദ കോഓർഡിനേറ്റർ രാജേഷ് P, കൗൺസിലർ സാജിദ P നസീം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംരംഭകം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സാധ്യമായ എന്ത് സഹായവും നൽകാമെന്ന് ഉറപ്പ് നൽകിയാണ് അവർ മടങ്ങിയത്. ഉപജില്ലാ സ്പോർട്സ് മീറ്റിൽ താരങ്ങളായി കിസ്മം സ്കൂളിലെ കുട്ടികൾ. ജില്ലാ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ അർഹത നേടിയ കുട്ടികളെക്കുറിച്ച് കായിക അധ്യാപകൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ലിയോ സാർ സംസാരിക്കുന്നു. നമസ്കാരം. കിസ്മം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനത്തോടൊപ്പം തന്നെ കായിക മേഖലയ്ക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണെങ്കിൽ പോലും കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ പരമാവധി ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ സബ് ജില്ലാ സെലക്ഷനിൽ ക്രിക്കറ്റ് സെലക്ഷനിൽ സ്കൂളിലെ 3 കുട്ടികൾ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുകയുണ്ടായി. നാരായൺ ജോസഫ്, മറ്റൊന്ന് ഋഷി, മൂന്നാമത്തെയാണ് ആദിത്യ. 3 പേർക്ക് നമുക്ക് ഇവിടെ സ്കൂൾ സബ് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു. നമ്മുടെ രക്ഷിതാക്കളും നമ്മോടൊപ്പം ഉണ്ട്. അവരുടെ അകമഴിഞ്ഞ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള സംശയമില്ല. വിജയികളായ സെലക്ഷൻ ലഭിച്ച കുട്ടികളെ പ്രത്യേകം അധ്യാപകരുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണണം. നമസ്കാരം.